ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, വിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയുവാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ലഹരി വസ്തുക്കൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണാ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ തലത്തിൽ നടത്തേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങൾ, ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചും വിശദമായ മാർഗരേഖ എല്ലാ വിദ്യാലയങ്ങളിലും നൽകിയിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്, അധ്യാപകരെ ശക്തമാക്കുന്നതിന് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ സ്കൂളിൽ ക്യാമ്പസിലേക്ക് എത്തുന്നതിന് ജാഗ്രത പുലർത്തുന്നതിന് രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുന്നതിനും രക്ഷകർത്താ ഗ്രൂപ്പുകൾ ചേർത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാതലായ പരിരക്ഷ, സുരക്ഷ, പങ്കാളിത്തം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി സ്കൂൾ തലത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഈ വിഷയത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചെറു വീഡിയോകൾ, ഹ്രസ്വചിത്രങ്ങൾ, റീലുകൾ എന്നിവ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി മുഖേന തയ്യാറാക്കി എല്ലാ സ്കൂളുകളിലും നൽകിയിട്ടുണ്ട്. സാർ, ഇതുകൂടാതെ ഇവിടെ സൂചിപ്പിച്ചത് മുഖ്യമായിട്ടും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. ഇപ്രാവശ്യം ഇറങ്ങിയ സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡേർഡ് 7 ഞാൻ സഭയുടെ മുന്നിൽ കാണിക്കുകയാണ്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള അറബിക് റീഡർ സ്റ്റാൻഡേർഡ് 7 അതിലും പാഠപുസ്തകത്തിൽ സാർ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ജീവശാസ്ത്രം സ്റ്റാൻഡേർഡ് 9 ഭാഗം 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാർ, അടിസ്ഥാന ശാസ്ത്രം സ്റ്റാൻഡേർഡ് 7 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങേക്ക് തരാം, ഇതല്ല വായിക്കാൻ ഞാൻ. ജീവശാസ്ത്രം സ്റ്റാൻഡേർഡ് 9 അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ. പിന്നെ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞ ഒരു ലഹരി എല്ലാ വിദ്യാർത്ഥികളിലും വീട്ടുകാർക്കും എത്തിച്ചിട്ടുണ്ട്. തെളിവാനം വരയ്ക്കുന്നവർ എന്ന് പറഞ്ഞ വിമുക്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഒരു ലഘുലേഖ ഇറക്കിയിട്ടുണ്ട്. സർ, ഈ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് വിദ്യാലയ പരിസരങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ശക്തമാക്കി തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അതിനകത്ത് ഉൾപ്പെടുത്തിയത് നല്ല കാര്യം തന്നെ, ഒരു സംശയം. പക്ഷെ അത് വേണ്ട രീതിയിൽ അത് പ്രായോഗികമായി തന്നെ അത് നടപ്പിലാക്കി കൂടുതൽ ഗൗരവത്തോട് തന്നെ അത് കണ്ട് നടപ്പിലാക്കണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പാഠ്യപദ്ധതിയിൽ ഈ പറയുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ അടുത്ത് ഞാൻ പല അധ്യാപകരുടെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ തന്നെ ഇത് അറിഞ്ഞു എന്ന് സംശയമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പല സ്കൂളിൽ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അധ്യാപകർ അങ്ങനൊരു ക്ലാസ്സിൽ എടുക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ അതാണ് ഞാൻ ഉന്നയിക്കാനുള്ള കാരണം തന്നെ. അപ്പൊ അത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള നടപടികൾ. സാർ, നമുക്കൊരു കൂട്ടായി ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ അനുവാദം വാങ്ങിക്കൊണ്ട് വിദ്യാലയങ്ങൾ ഒരു ദിവസം 8 പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. 6 മണിക്കൂറാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു മാസത്തിൽ ഒരു പീരീഡ് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. ലഹരി, മാലിന്യ നിർമ്മാർജ്ജനം, കുട്ടികൾക്കെതിരായുള്ള അതിക്രമം തുടങ്ങിയ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് സംബന്ധിച്ച് ഉള്ള കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഒരു മാസത്തിൽ ഒരു പീരീഡ് ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കും. ലഹരി അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാസത്തിൽ ഒരു സ്പെഷ്യൽ അസംബ്ലി കൂടുന്നതാണ്. സാർ, നിരന്തരം മൂല്യനിർണ്ണയത്തിന് അധ്യാപകർക്ക് അനുവദിച്ചിരിക്കുന്ന 20 മാർക്ക് ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്ന അവസരത്തിൽ ലഹരി നിർമ്മാർജ്ജനം പോലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകുന്നതിൽ മുൻഗണന നൽകുന്നതിനുള്ള നിർദ്ദേശവും നൽകാവുന്നതാണ്.